സോ ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മലേഷ്യ എത്തിക്കാന്നിരിക്കുകയാണ്. കോട്ടയം കൂടെ പറഞ്ഞു. ഇത് ബറോട്ട. ഈ കാണുന്നത് ജലാനലോ സ്ട്രീറ്റ് ആണ്. ഇവിടെ 8 റിങ്കറ്റ്, അപ്പുറത്ത് 7 റിങ്കറ്റ്. പോലീസും ടാക്സിക്കാരനും കൂടെ ഭയങ്കര ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്റെ പൊന്നു, ഭയങ്കര വില. ഇന്ന് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് പോവാണ്. നേരെ മലേഷ്യയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് രാവിലെ 7-11 നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ റൂമിൽ നിന്ന് എയർപോർട്ട് ഒരു 900 മീറ്ററേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. 2:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പൊ ഇറങ്ങി ഒരു 15 മിനിറ്റ് നമ്മൾ എയർപോർട്ട് എത്തും. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് ബാക്കി സമയം എയർപോർട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എയർപോർട്ടിന്റെ മുന്നിൽ തന്നെ വെയിറ്റ് നോക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. നമ്മൾ ആ ബാഗിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയാണ്. ഈ ബാഗ് 8 കിലോ ഉണ്ട്. നമുക്ക് 7 കിലോ പാടുള്ളൂ. ഈ ബാഗ് 4 കിലോ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാധനം എടുത്ത് ഇങ്ങോട്ട് മാറ്റണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഫുക്കറ്റ് വരുമ്പോൾ നമ്മൾ നിന്നോളം ഇത്രയും ദിവസവും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 8 ദിവസത്തോട് നിന്നത് അത്രയും കാണാനൊന്നുമില്ല. 3 ദിവസം നിൽക്കാം, മാക്സിമം 4 ദിവസം. അത്രയും ദിവസം നിന്ന് കാണാനുള്ളത് ഇവിടെ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, സാധനമൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഗേറ്റ് 12 മണി 1 1:45 ബോർഡിംഗ് ടൈം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗേറ്റിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. സോ നമ്മളെ ഫ്ലൈറ്റ് വന്നിരിക്കുകയാണ്. കിടക്കുന്നു. അതുകൊണ്ട് ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ബോർഡിംഗ് ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഫ്ലൈറ്റിൽ കയറാം. സോ അങ്ങനെ നമ്മൾ അടുത്ത കൺട്രിയായ മലേഷ്യ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഫ്ലൈ ചെയ്ത് നമ്മൾ 4:30. ഇവിടുത്തെ സമയം 5:30 ആയിട്ടുണ്ട്. മലേഷ്യൻ ടൈം 5:30, തായ്ലാൻഡ് ടൈം 4:30 ആയതേ ഉള്ളൂ. 1 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട് മലേഷ്യൻ തായ്ലാൻഡും തമ്മിൽ. ഈ മലേഷ്യ വന്ന ഒരു കുഴപ്പമുണ്ട്, എമിഗ്രേഷൻ ഒരുപാട് ആളുകളാണ്. നല്ല തിരക്കായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിറങ്ങിയപ്പോഴും നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ പോയി നോക്കണം എത്രത്തോളം തിരക്കുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മൾ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിറങ്ങി. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഇനി നമുക്ക് സിം എടുക്കണം. സിം എടുത്തിട്ടാണ് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാൻ. ഗൈസ്, എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സിം എടുക്കാനുള്ള ഒരു കൗണ്ടർ, ഹോട്ടലിംഗ് എന്നാണ് പേര്. നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സിം എടുത്തു. നമുക്ക് ആയത് അൺലിമിറ്റഡ് നെറ്റ് 8 ദിവസത്തേക്ക് 25 റിങ്കറ്റാണ് ആയത്. 30 റിങ്കറ്റ് എടുക്കുകയാണെങ്കിൽ 2 സിമ്മും കിട്ടും, അൺലിമിറ്റഡ് നെറ്റും കിട്ടും. നമ്മളൊരു സിമ്മേ എടുത്തോളൂ, 2 സിമ്മിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്ന ബസ് സ്റ്റേഷനിലാണ്. നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ബോർഡിങ്ങിനെ വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റേഷൻ, വാൻ എന്നൊക്കെ പറഞ്ഞോട്ട്. നമ്മൾ എമിഗ്രേഷനിൽ കഴിഞ്ഞ് വന്നിറങ്ങുന്ന ലെവൽ 3ലാണ്. ഇവിടുന്ന് ലെവൽ 1 വരണം. ഫ്രണ്ടിലോട്ട് വന്നാൽ മതി, അവിടെ ബോർഡൊക്കെ ഉണ്ട്. ആ ലെവൽ 1 നമ്മളെ ബസ് സ്റ്റേഷനൊക്കെ. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും വരുന്നത് ലെവൽ 1. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വേറെയും ഉണ്ട്. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് പോയി ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ABC ഓൺ ബ്രിസ്റ്റോ. നമുക്ക് ഇവിടെ എന്തൊക്കെ ഫുഡ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ഒക്കെയാണ്. ഒനിയൻ ദോശ, എഗ് ദോശ, പ്ലെയിൻ ദോശ എല്ലാം ഉണ്ട്. ഒനിയൻ ദോശയ്ക്ക് 4 റിങ്കറ്റ്, മസാല ദോശയ്ക്ക് 6 റിങ്കറ്റ്, ഇഡ്ഡലി സെറ്റിന് 4.5 റിങ്കറ്റ്. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുഡ് വരെ വെയിറ്റ് ചെയ്യാം. സോ അപ്പം നമ്മുടെ ഒനിയൻ ദോശ വന്നിട്ടുണ്ട്, മസാല ദോശ വന്നിട്ടുണ്ട്, മമ്മിയുടെ പ്ലെയിൻ ദോശ മാത്രം വന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഒനിയൻ ദോശ കഴിച്ചു നോക്കാം. ഇത് തക്കാളി ചട്നിയാണ്, ഇത് രസമാണ്, ഇത് നമ്മുടെ മിന്റ് ചട്നി. ഓക്കെ, നമുക്ക് നമ്മുടെ തക്കാളി ചട്നിയിലൂടെ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ മിന്റ് ചട്നിയിലൂടെ കഴിച്ചു നോക്കാം. മിന്റ് ചട്നി അത്ര പോരെ, എങ്ങനെയുണ്ട്? കൊള്ളാം. സോ നമ്മൾ ബെറോട്ടയും കൂടെ പറഞ്ഞു. ഇത് ബെറോട്ടയുടെ മീൻ കറി, അത് കുറുമക്കറി. അതും കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരു ബെറോട്ടയേ ഉള്ളൂ. ഒരു ബെറോട്ടയ്ക്ക് 2.50 റിങ്കറ്റാണ്. ബെറോട്ട നല്ല ക്രിസ്പി ബെറോട്ട. കുറുമക്കറി കൊള്ളാം, കുഴപ്പമില്ല. ഇവരെല്ലാത്തിനും ശേഷം വെള്ളം കൂടുതലാണ്. പക്ഷേ മീൻ കറിയിലൂടെ നമ്മൾ ബെറോട്ട കഴിച്ചു നോക്കാം. മീൻ കറിയൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈൽ മീൻ കറിയാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ബില്ലിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ ഇതേപോലെ ഒരു കാർഡ് കൊണ്ട് വെക്കും. ആ കാർഡ് കൊണ്ട് ഇവിടെ കൊടുക്കണം, ക്യാഷ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഒരു ബില്ല് തരും. നമ്മളെല്ലാം കൊണ്ട് കഴിച്ചത് 23 റിങ്കറ്റായി. 23 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 460-450 രൂപയ്ക്കകത്തേ ആവുള്ളൂ. സോ അടുത്ത് നമുക്ക് ഇനി ബസ്സൊക്കെ എപ്പോഴാണ് ഉള്ളത് നോക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണമെന്ന് വലിയ പിടിയില്ല, നമുക്ക് നോക്കാം. സോ അങ്ങനെ നമ്മൾ ബസ്സിന് നോക്കിയപ്പോൾ ബുക്കിറ്റ് ബങ്ടാങ്ങിലോട്ട് ബസ്സില്ല. ഉഡു എന്ന് പറയുന്ന സ്ഥലത്തോട്ടേ ബസ്സുള്ളൂ. അതും 7:30 ഇവിടെ നിന്ന് ബസ്സുള്ളൂ. മണി 6 പോകുന്നേ ഉള്ളൂ. നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഇവിടെ നിന്ന് ഒരാൾക്ക് 17 റിങ്കറ്റാണ് ആവുന്നത്. 3 പേർക്കാകുമ്പോൾ 43 റിങ്കറ്റ്. അവിടെ നിന്ന് ചെന്നിറങ്ങിയിട്ടും അവിടെ നിന്ന് 5 കിലോമീറ്റർ പോകണം ഈ ഹോട്ടലിലേക്ക്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ അതെല്ലാം കൂടെ ഒരു 60-65 റിങ്കറ്റ് അടുപ്പിച്ചാവും. നമ്മൾ ഗ്രാബിൽ നോക്കിയപ്പോൾ 70 റിങ്കറ്റേ ആവുന്നുള്ളൂ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഹോട്ടലിൽ കൊണ്ടാക്കുക. സോ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്യാൻ വിചാരിച്ചു. ഗ്രാബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു. നമ്മളെ പിക്ക് ചെയ്യാൻ ആളിപ്പോൾ വരും. ഡോർ 5ന്റെ അവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഡോർ 4 ആണ്, 5 അപ്പർ സൈഡാണ്. സോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബുക്കിറ്റ് ബിങ്ടാങ്ങിന്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഓടി 70 റിങ്കറ്റാണ് ആയത്. അലോറ ബൊട്ടിക് ഹോട്ടൽ, ഇതാണ് ഹോട്ടൽ. ഞാൻ മെയിൻ ആയിട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിറ്റ് ബിങ്ടാങ്ങിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് എടുത്തത്. നല്ല അടുത്തായി പോയി. അതാണ് ബുക്കിറ്റ് ബിങ്ടാങ്, ഇതാണ് ഹോട്ടൽ. എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നോക്കാം. ഹോട്ടലിനെ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ ഹോട്ടലിനാണെങ്കിൽ ഡെയിലി 10 റിങ്കറ്റ് ടാക്സ് കൊടുക്കണം, 50 റിങ്കറ്റ് ഡെപ്പോസിറ്റ് കൊടുക്കണം. എല്ലാം കൂടെ 90 റിങ്കറ്റ് നമ്മളെ വാങ്ങിച്ച് 50 റിങ്കറ്റ് പോകുമ്പോൾ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. 40 റിങ്കറ്റ് 4 ദിവസത്തെ സ്റ്റേക്ക് വേണ്ടി അവരെ ഗവൺമെന്റ് ടാക്സ് ആണ്.
പിന്നെ വേറൊരു കാര്യം, ഇവിടെ ലിഫ്റ്റും ഇല്ല. നമ്മൾ പോണ ഒരു സ്ഥലത്തും ലിഫ്റ്റ് ഇല്ല. എല്ലാ സ്ഥലത്തും ബാഗൊക്കെ ചുമന്നുകൊണ്ട് കയറേണ്ടി വരും. ഇപ്പൊ നമ്മൾ 3rd ഫ്ലോറിലാണ്. 306 നമ്മളെ റൂം. ഓക്കെ, റൂമിനകത്ത് കയറി നോക്കാം റൂമൊക്കെ എങ്ങനെയാണെന്ന്. വൈഫൈ ഒക്കെ ഉണ്ട്, ഹോട്ട് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. സോ ഇതൊരു ഇടുങ്ങിയ റൂമാണ്. അതുകൊണ്ട് ഇതാണ് റൂം. 2 ബെഡ് ഉണ്ട്. അയ്യോ, ബാത്റൂം ഉണ്ടില്ല. അതാ ഇവിടെ 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 ബാത്റൂം. ഇവിടെ ഒരു ബാത്റൂം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ബാത്റൂം അത്ര പോരെ. 5-ന് ഒരു 3 കൊടുക്കാം. ഒരു TV ഉണ്ട്, AC ഉണ്ട്, പിന്നെ അതാ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ, ക്ലോസറ്റ്. ഇത്രയേ ഉള്ളൂ. 5 ദിവസം ഇനി ഇവിടെ ആയിരിക്കും. ഈ കാണുന്നത് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് ആണ്. നമ്മളിനി അങ്ങോട്ട് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള ബുക്കിംഗ് ബിഗ് ദാം ഫുഡ് സ്ട്രീറ്റ് അല്ല, ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് ആണ്. നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അനിയത്തി ഒന്നുമില്ല, ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ തന്നെ ദൂരിയൻ. ഭയങ്കര സ്മെല്ലുണ്ടോ കേട്ടോ ദൂരിയൻ. നമ്മുടെ ചക്കേര കുറച്ചുകൂടെ എക്സ്ട്രീം സ്മെല്ല്. ഫ്രൂട്ട്സ്, പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്, കോൺ ഉണ്ട്. അതുകൊണ്ട് അതാണ് നമ്മളെ റൂം. അതുകൊണ്ട് അവിടെ ലൈറ്റ് അടക്കണം കേട്ടോ, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. കരിക്കുണ്ട്. കോക്കനട്ടിന് 15 റിങ്കറ്റാണ് ഈ വെള്ളത്തിന്റെ വില. കോക്കനട്ടിന് 7 റിങ്കറ്റ്. പിന്നെ ഈ സ്ട്രീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ തന്നെ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റും. ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ സ്റ്റൗ വരെ കൊണ്ടുവച്ച് തരും. നമുക്ക് ഇവിടെ കൊണ്ട് കുക്ക് ചെയ്ത് കഴിച്ചാൽ മതി. എല്ലാ 2 സൈഡും ഫുഡ് സ്ട്രീറ്റ് ആണ്. 2 സൈഡിലും കസേരയുണ്ട്. രാവിലെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമാണിത്. കണ്ടോ, എല്ലായിടത്തും ഫുഡുണ്ട്. പല വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട്. ഫ്രൈഡ്, ബാർബിക്യൂ, ഫാറ്റ് ബ്രദർ എന്ന് പറഞ്ഞൊരു കട, ചൈനീസ് റെസ്റ്റോറന്റ്, സീ ഫുഡ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഫുള്ള് ബാർബിക്യൂ ആണ്. ഇവിടെ മറ്റേ തവളയൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. തവളയൊക്കെ ഉണ്ടാ നോക്കാം നമുക്ക്. തവള ഉണ്ടായി മമ്മിക്ക് പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കല്ലേ. തവളയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നോക്കാം. കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ മലേഷ്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ തായ്ലൻഡ് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അവിടെ സാധനങ്ങൾക്കെല്ലാം നല്ല വില കുറവായിരുന്നു. നമ്മൾ ഇവിടെയാണ് വില കുറവെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഫുള്ള് എല്ലാത്തിനും നല്ല റേറ്റാണ്. 1 കിലോ ലിച്ചി നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് 60 രൂപയ്ക്ക് കണ്ടാണ്. ഇവിടെ 1 കിലോ ലിച്ചിക്ക് 300 രൂപ. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇവിടെ പാനിപൂരിയൊക്കെ ഉണ്ട് കേട്ടോ. ആണ്ട പാനിപൂരി, ബജി, വാഴയ്ക്കപ്പം, ഉള്ളിവട, സമൂസ, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. നമ്മളൊരു കോൺ പറഞ്ഞ്, ചെറിയ കോൺ നല്ല സ്പൈസിയൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കുന്ന സാധനം അതാ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അതാണ് ഐറ്റം. കണ്ട 5 റിങ്കറ്റാണ്. 5 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ 100 രൂപ. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് റൂമിൽ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാം. പോണ വഴിയിൽ വേറെ എന്തെങ്കിലും കൂടെ നല്ല സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ 7-Eleven കൂടെ നമുക്കൊന്ന് കയറി നോക്കണം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് 1 കിലോ ലിച്ചി വാങ്ങിച്ച് 10 റിങ്കറ്റ്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇങ്ങോട്ട് തായ് ബാർബിക്യൂ കൊണ്ട് 10 റിങ്കറ്റ്, 8 റിങ്കറ്റ്, 6 റിങ്കറ്റ്, 12 റിങ്കറ്റ്. മീനുണ്ട്, പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ഒക്ടോപ്പസ്, എല്ലാം നല്ല വില തന്നെ. 15 റിങ്കറ്റ്, 25 റിങ്കറ്റ്. ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കണ മാങ്ങയ്ക്ക് 10 റിങ്കറ്റ്. പിന്നെ ദൂരം ഇരിപ്പുണ്ട്. എത്ര രൂപ നോക്കാം. 1 കിലോക്ക് 78 റിങ്കറ്റ്. എന്താ പൊന്നോ. ഗൈസ്, ലാമ്പ് ബാർബിക്യൂ വലിയൊരു കഷ്ണം തന്നെ എടുത്ത് അമ്മ മുറിച്ച് സെറ്റ് ചെയ്ത് തരും. ബാർബിക്യൂ ചെയ്ത സാധനമാണ്. അതിന്റെ മുകളിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്. മച്ച് 200 ഗ്രാമിന് 34 റിങ്കറ്റ്. നമ്മളൊരു മാങ്ങയും കൂടെ പറയുന്നു. 8 റിങ്കറ്റിനാണ് ഇത് വില. 160 രൂപയാണ് ഇത്രയും മാങ്ങയ്ക്ക് വില. നമ്മൾ കൺവേർട്ട് ചെയ്തോണ്ടിരുന്ന ഒന്നും വാങ്ങിക്കാൻ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് വിശക്കണം. വാങ്ങിച്ച് കഴിക്കാതെ വേറെ നിവർത്തിയില്ല. അതാ പല ടൈപ്പ് ജ്യൂസൊക്കെ ഉണ്ട്. മിക്സഡ് ജ്യൂസ് 8 റിങ്കറ്റ്. മിക്സഡ് ജ്യൂസ്. മാംഗോക്ക് മാത്രമാണ് 8 റിങ്കറ്റ്. ബാക്കി എല്ലാത്തിനും 13ഉം 15ഉം രൂപയാണ്. പിന്നെ സ്ട്രീറ്റിലെ ആളുകൾ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നതാണ്. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ടിപ്പ് ബോക്സ് ഒക്കെ വേണമെങ്കിൽ ടിപ്പ് ചെയ്യാൻ. പിന്നെ ഇവിടെ പലയിടത്ത് വരുമ്പോൾ പല റേറ്റാണ്. ഇവിടെ ആണെങ്കിൽ 7 റിങ്കറ്റേ ഉള്ളൂ. അപ്പുറത്താണെങ്കിൽ 8 റിങ്കറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി നോക്കിയിട്ട് ഇവിടെ നിന്ന് വല്ലതും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാവും കേട്ടോ. പലയിടത്തും പല പ്രൈസാണ്. 1-2 റിങ്കറ്റ് വെച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ 8 റിങ്കറ്റ്, അപ്പുറത്ത് 7 റിങ്കറ്റ്. തൊട്ടടുത്തുള്ള കടയിൽ തന്നെ റിങ്കറ്റ് വ്യത്യാസമുണ്ട്. സോയാബീൻ 5 റിങ്കറ്റ് ഒക്കെ എഴുതിക്കുന്നതാണ്. പപ്സ് പോലത്തെ ഐറ്റമൊക്കെ ഉണ്ട്. നമ്മൾ അവിടുത്തെ ബേക്കറി കിട്ടുന്ന ഒരുപാട് ഐറ്റം. ദാണ്ട റോൾ, ഐസ്ക്രീം റോൾ. ഇവിടെ ഒരുപാട് കടയിൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സാധാ നോർമൽ കുക്കഡും മറ്റേ എണ്ണയെ പൊരിച്ചെടുത്ത സാധനം മാത്രമല്ല, ഇവിടെ ഒരുപാട് നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ട്. സാലഡ്സ് ഉണ്ട്. ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഗായ്സ്, ഇവിടെ അടി. പോലീസും ടാക്സിക്കാരനും കൂടെ ഭയങ്കര അടി. നമ്മളിതാ 7-Eleven മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇവിടെ അടി. ഇവിടെ വന്ന മിക്ക ടൂറിസ്റ്റും ചൈനീസ് ആൾക്കാരാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ചൈനക്കാർക്ക് ഇതേപോലെ വിസ ഫ്രീ ആയിരിക്കും. ഒരുപാട് ചൈനക്കാർ നമ്മൾ കണ്ടതിട്ട് മിക്കവരും ചൈനക്കാരാണ്. നമ്മളിത് അടുത്തത് 7-Eleven വന്ന് ചേർന്നിരിക്കുകയാണ്. ഇതാണ് 7-Eleven. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ തായ്ലാൻഡിൽ നിന്ന് 14 രൂപയ്ക്ക് വാങ്ങിച്ച വെള്ളം ഇവിടെ 40 രൂപ. പിന്നെ ഒരു 60 രൂപയ്ക്ക് വാങ്ങിച്ച ഡ്രിങ്ക് ഇവിടെ 120 രൂപ. എന്റെ പൊന്നോ, ഭയങ്കര വില. നമ്മളവിടെ നിന്ന് 36 രൂപയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന കോഫി ഇവിടെ 80 രൂപ. എല്ലാം 10 റേറ്റ് എന്ന് വെച്ചാൽ 7-Eleven ഈ റേറ്റ്.
അപ്പൊ പുറത്തൊക്കെ റേറ്റ് ആലോചിച്ച് നോക്കൂ, നല്ല റേറ്റ് ആയിരിക്കും. സോ നമുക്ക് നമ്മളെ റൂമിലോട്ട് പോവാം. റൂമിൽ പോയിട്ട് നോക്കാം ഇന്ന് എല്ലാം കൂടെ എത്ര എക്സ്പെൻസ് ആയി. ബാക്കി സ്ഥലമൊക്കെ നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് എല്ലാം കൂടെ ചിലവായ 127 റിംഗറ്റ് ആണ്. എന്ന് പറയുമ്പോൾ 2600 രൂപ. സിം എടുത്തത്, വണ്ടിയിൽ ഇതുവരെ വന്നത്, പിന്നെ രാത്രിയത്തെ ഡിന്നർ, ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു എമൗണ്ട് ആയത്. മലേഷ്യ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മുടെ തായ്ലൻഡ് പോലെയല്ല. തായ്ലൻഡിലെ ഒരു ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി 2 രൂപയാണ്. മലേഷ്യയിലെ ഒരു റിംഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി 19 രൂപയാണ്. നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഫുഡിനൊക്കെ നല്ല റേറ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഇത്രയും സ്പെൻഡ് ആയി. ഇനി നമ്മൾ ഇവിടെ ഒരു 6 ദിവസം ഉണ്ട്. എല്ലാം കൂടെ എത്ര രൂപ സ്പെൻഡ് ആവുമെന്ന് അറിഞ്ഞൂടാ. നല്ലൊരു എമൗണ്ട് ആവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല റേറ്റ് ആയി. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത ജലാലാൻഡ് സ്ട്രീറ്റ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതേ ഉള്ളൂ. നാളെ വേണം ഇവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പല സ്ഥലങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അഫോർഡബിൾ റേറ്റിന് ഫ്രീ എൻട്രി ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. സോ ബാക്കി വിശേഷമൊക്കെ നാളത്തെ വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.